കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെയും തൊഴിലിടങ്ങളിലെ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രതീകമായ വാഴ്ത്തപ്പെടുന്ന ഒരു കാര്യമായിരുന്നു നടൻ മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ വഴിപാട് കഴിച്ചത്. അസുഖബാധിതനായി വിശ്രമത്തിലായ മമ്മൂട്ടിയുടെ പേരിൽ ഉഷപൂജയാണ് മോഹൻലാൽ വഴിപാടായി നടത്തിയത്. മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലാണ് വഴിപാട് നടത്തിയത്. ഇത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ ആഘോഷമായിരുന്നു. മുൻ മന്ത്രിയും MP-യുമായ KT ജലീൽ ആ സംഭവത്തെക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇതാണ് കേരളം, ഇങ്ങനെയാവണം നമ്മുടെ രാജ്യം. മോഹൻലാലിന് ഹൃദയത്തിൽ തൊട്ട അഭിനന്ദനങ്ങൾ. മമ്മൂക്ക ഇനിയും ഒരുപാട് കാലം മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കട്ടെ. മലയാളത്തിന്റെ എക്കാലത്തെയും രണ്ട് സ്തംഭനങ്ങളാണ് മോഹൻലാലും മമ്മൂട്ടിയും. ഇരുവരുടെയും അഭിനയ സിദ്ധികൾ വ്യത്യസ്തമാണ്. തുലനം ചെയ്യാൻ പറ്റാത്ത അത്ര വ്യത്യസ്തമാണ് രണ്ടുപേരുടെയും അഭിനയം. മോഹൻലാൽ മമ്മൂട്ടിക്കോ മമ്മൂട്ടി മോഹൻലാലിനോ ഭീഷണിയല്ല, ആകുകയുമില്ല. രണ്ടുപേരും അഭിനയകല രക്തത്തിൽ അലിഞ്ഞു ചേർന്ന മഹാപ്രതിഭകളാണ്. മമ്മൂട്ടിയും മോഹൻലാലും മത്സരിച്ച് അഭിനയിച്ചതിന്റെ ഗുണം കിട്ടിയത് നടന കലാലോകത്തിനാണ്. ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇവർ മാതൃകയാണ്. മോഹൻലാലിനും മമ്മൂട്ടിക്കും 1000 നന്മകൾ നേരുന്നു, കൂടെ പ്രാർത്ഥനയും. KT ജലീലിന്റെ ഈ പോസ്റ്റർ വലിയ സ്വീകാര്യത കിട്ടി. എന്നാൽ മാധ്യമ ദിനപത്രത്തിന്റെ മുൻ അസോസിയേറ്റ് എഡിറ്ററും എഴുത്തുകാരനും പ്രഭാഷകനുമായ O അബ്ദുള്ള വഴിപാടിനെ നിഷിദ്ധമായി വിമർശിച്ചാണ് രംഗത്തെത്തിയത്. അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും ഒരു മുസ്ലിം ആരാധിക്കരുത് എന്നും മമ്മൂട്ടിയുടെ സമ്മതത്തോടെയാണ് ഈ വഴിപാട് നടത്തിയെങ്കിൽ അദ്ദേഹം മാപ്പ് പറയണമെന്നും O അബ്ദുള്ള പറയുന്നു. മതപണ്ഡിതന്മാർ ഇടപെടണം. തന്റെ യൂട്യൂബ് ചാനലിലൂടെ O അബ്ദുള്ള നടത്തിയ വിവാദ ഭാഷണത്തിന്റെ പ്രസ്ഥാന ഭാവങ്ങൾ ഇങ്ങനെയാണ്. മമ്മൂട്ടിയുടെ അറിവോടെയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണം, മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം. വളരെ ഗുരുതരമായ ഒരു വീഴ്ച മമ്മൂട്ടി എന്ന അനുഗ്രഹീത സിനിമ നടന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ ശബരിമലയിൽ മോഹൻലാൽ വഴിപാട് നടത്തിയിരിക്കുക എന്നതാണ് വാർത്ത. ഇത് മമ്മൂട്ടി പറഞ്ഞ് ഏൽപ്പിക്കാതെ മോഹൻലാലിന്റെ വിശ്വാസം അനുസരിച്ച് അദ്ദേഹം ചെയ്തതാണെങ്കിൽ ആ സംഭവത്തിൽ മമ്മൂട്ടി നിരപരാധിയാണ്. അദ്ദേഹത്തെ ഒട്ടും തന്നെ വിമർശിക്കാൻ പാടില്ല. കാരണം മോഹൻലാലിന്റെ ശബരിമല ശാസ്താവിനുള്ള വിശ്വാസം അത്രത്തോളം വലുതാണ്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്തതാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ് ഏൽപ്പിച്ചാണ് ചെയ്തതെങ്കിൽ അത് മഹത്തായ അപരാധമാണ്. കാരണം അള്ളാഹുവിന് മാത്രമല്ല വഴിപാടുകൾ അർപ്പിക്കാൻ പാടുള്ളൂ. അള്ളാഹുവിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അള്ളാഹുവിനോട് സഹായം തേടാൻ പാടുള്ളൂ. ഇതിന്റെ എല്ലാം ലംഘനമാണ് അത്. പ്രവാചകന്റെ കാലത്ത് തന്നെ വിലക്കപ്പെട്ടതാണിത്. ലാത്ത, മനാത്തയാവട്ടെ, ഉസ്ലായാവട്ടെ, ശബരിമല ശാസ്താവാവട്ടെ അള്ളാഹുവിന്റെ ഏകത്വത്തിൽ പങ്കുചേരുന്നതോ അതിന് വിരുദ്ധമായ പ്രവർത്തികൾക്ക് എന്ത് കാരണത്താലും ശരിയല്ല. മമ്മൂട്ടിയിൽ നിന്നും ഇക്കാര്യത്തിൽ വിമർശനം ആവശ്യമാണ്. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്ന് സമൂഹത്തോട് വ്യക്തമാക്കണം. അല്ലെങ്കിൽ വലിയൊരു വ്യതിയാനമായി അതിനെ കണക്കാക്കപ്പെടും. പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ അത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. മുസ്ലിം മതപണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ ഇടപെടണം, O അബ്ദുള്ള ചൂണ്ടിക്കാട്ടി. പക്ഷേ ഈ വീഡിയോയുടെ പ്രസ്താവന ഭാഗമായി പുറത്തു വന്നതോടെ O അബ്ദുള്ള എയറിലാണ്. ഇത്രയും വലിയ വർഗീയ വിഷം എങ്ങനെ ചീറ്റാൻ കഴിയുന്നുവെന്നാണ് പലരും ചോദിക്കുന്നത്. കേരളത്തിന്റെ മതേതര ബോധത്തിൽ വിഷം കലർത്താൻ ശ്രമിച്ചതിന് നിയമ നടപടി സ്വീകരിക്കണമെന്നും കമന്റുകൾ വരുന്നുണ്ട്. നേരത്തെയും ഇത്തരത്തിലുള്ള തീവ്ര വർഗീയ പ്രസംഗങ്ങൾ കൊണ്ട് കുപ്രസിദ്ധനാണ് O അബ്ദുള്ള. എന്നാൽ ഇസ്ലാമിക വിധിയനുസരിച്ച് അബ്ദുള്ള പറഞ്ഞത് ശരിയെന്നും മുസ്ലിമുകളെ ഏറ്റവും വലിയ തെറ്റാണ് ഷിർക്ക് എന്നും മതം പഠിച്ചിട്ട് പച്ചയായി പറയുകയാണ് അബ്ദുള്ള ചെയ്തതെന്നും ചൂണ്ടിക്കാണിക്കുന്നവരുമുണ്ട്. ശബരിമലയിൽ വഴിപാട് വിഷയത്തിൽ നേരത്തെ പ്രതികരണവുമായി മോഹൻലാലും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടി തന്റെ സഹോദരനും വളരെ അടുത്ത സുഹൃത്തുമാണെന്ന് മോഹൻലാൽ പറഞ്ഞു. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വളരെ വ്യക്തിപരമായ കാര്യമാണ്. താൻ കഴിച്ച വഴിപാടിന്റെ രസീത് ദേവസ്വം ബോർഡിൽ ആരോ ലീക്ക് ചെയ്തതാണെന്നും മോഹൻലാൽ പറഞ്ഞു. മമ്മൂട്ടിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അതിനാൽ മോഹൻലാൽ വഴിപാട് കഴിച്ചതാണെന്നുള്ള തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നുണ്ട്. എന്നാൽ മമ്മൂട്ടി സുഖമായിരിക്കുന്നുവെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മോഹൻലാൽ വ്യക്തമാക്കി. മോഹൻലാൽ സുഹൃത്ത് K മാധവനുമൊപ്പമാണ് ശബരിമലയിൽ എത്തിയത്. മോഹൻലാലിന്റെ എമ്പുരാൻ എന്ന സിനിമ മാർച്ച് 27 റിലീസിനൊരുങ്ങുകയാണ്. ഇതിനു മുന്നോടുകൂടിയാണ് മോഹൻലാൽ ശബരിമല ദർശനം നടത്തിയത്.